കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയോട് ആരും ചോദിക്കുകയാണ്, അല്ല നീ എന്താ പറഞ്ഞേ? അമ്മയുടെ തീരുമാനമായിരുന്നു എല്ലാം. അമ്മ പറഞ്ഞിട്ടാണ് ആര്യം മിത്രയുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന്. പെട്ടെന്നാണ് മീനാക്ഷിക്ക് അബദ്ധം മനസ്സിലായത്. മീനാക്ഷി ആടി പറഞ്ഞു, ഞാൻ അമ്മയെന്ന് ഉദ്ദേശിച്ച സാക്ഷാൽ ജഗദമ്പിയെ ദേവീനിയല്ലേ. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടന്നേ. അല്ലാതെ ഞാൻ അമ്മേനെ അല്ല ഉദ്ദേശിച്ചു കേട്ടോ എന്ന് പറയാം. ആകാശേട്ടൻ തെറ്റിദ്ധരിച്ചല്ലെന്ന് ചോദിക്കുക. ഞാൻ ഒരു നിമിഷം ഓർത്ത് നമ്മുടെ അമ്മയായിരിക്കും എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചതെന്ന്. ഈ സമയം മീനാക്ഷിയോട്, നമ്മുടെ അമ്മ അങ്ങനെ ചെയ്യുവോ? ഒരിക്കലും ചെയ്യില്ല. അച്ഛനെ ധിക്കരിച്ച് അങ്ങനെയൊന്നും ചെയ്യാനും പോകുന്നില്ല എന്ന് പറയാം. ഈ സമയം ആകാശ് പറഞ്ഞു, എന്നാലും അവരെങ്ങനെ സെറ്റായെന്ന് എനിക്ക് മനസ്സിലാകത്തെ. രണ്ടുപേരും നേർക്ക് നേരെ നോക്കിയ കീരിയും പാവം പോലെയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരാൻ എന്തായിരിക്കും കാരണം? അത് അവർ തമ്മിലുള്ള ഇഷ്ടമല്ലേ ആകാശേട്ടാ. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ നമ്മുടെ അടുത്ത് ചിലപ്പോൾ അഭിനയിച്ചായിരിക്കും. അവർ തമ്മിൽ പരസ്പരം ബന്ധശത്രുക്കളാന്നൊക്കെയുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോൾ ആകാശേട്ടൻ ഇരിക്കണമെന്ന് പറയണേ. ഈ സമയം ബാലൻ നടക്കുവാണ്. അങ്ങനെ കടയുടെ മുന്നിലെത്തി. മഴ നനഞ്ഞ് നടന്നു വരുക. കടയുടെ മുന്നിലെത്തിക്കഴിഞ്ഞ് കുറേ സമയം അങ്ങോട്ട് നോക്കുന്നു. പിന്നീട് കട തുറന്ന് അകത്തേക്ക് കയറി അങ്ങോട്ട് ഇരിക്കുവാണ്. ബാലന്റെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നു പോവാ. കൃഷ്ണമംഗനകാർ വന്ന് വെല്ലുവിളിച്ച് തന്നെ അനാഥനെന്ന് വിളിച്ച് കളിയാക്കുന്നേ. അതൊക്കെ ഓർത്ത് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇങ്ങനൊരു മകള് ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുഖത്ത് കടിവാഴ്ത്തേച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. ഒരിക്കലും അവളെ ഇനി വീട്ടിലേക്ക് കയറ്റത്തില്ല. പിന്നീട് ആ താലി പൊട്ടിച്ച് വലിച്ച അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് നീ വരുവായിരുന്നു നിന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞൊക്കെ. അതൊക്കെ ഓർത്തപ്പോൾ ബാലിന് വല്ലാത്ത സങ്കടം വന്നു. ബാലിന്റെ കണ്ണറിയാതെ നിറഞ്ഞു ഒഴുകുക. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് ബാലിനറിയാതെ അവിടെ ഇരുന്ന് ആ തറയിൽ നിന്നങ്ങോട്ട് മയങ്ങിപ്പോവാണ്. അപ്പോഴാണ് ആനന്ദ് കയറി വരുന്നത്. ആനന്ദ് കയറി ഒന്ന് നോക്കിയപ്പം ബാലിനെ ഇങ്ങനെ ഭിത്തിയെ കണ്ണടച്ചാരിയിരിക്കുന്നുണ്ട്. അച്ഛാന്ന് പറഞ്ഞ് ഓടി വന്ന് കുലിക്ക് വിളിക്കുവാണ്. എന്താ മോനെ, എന്താ കാര്യം ചോദിക്കുക. അച്ഛൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ വീട്ടിലേക്ക് വരാൻ പറയണം. ഇല്ല, ഞാൻ കുറച്ച് സ്വസ്ഥതയോടെ ഇവിടെ ഇരുന്നോട്ടെ. വേണ്ടച്ചാ, അച്ഛൻ അങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായെന്നറിയോ നിങ്ങളെ മക്കളെ കുറിച്ച്. എന്റെ പ്രതീക്ഷകളല്ലേ ഒരു നിമിഷം കൂടെ തകർന്നു പോയത്. എപ്പോഴും നിങ്ങളെന്റെ കൂടെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും എനിക്കൊരു സങ്കടം വന്ന് താങ്ങാൻ ആളുണ്ടാവും. എല്ലാരും വിളിച്ച് അനാഥരെന്ന് വിളിച്ച് കളിയാക്കിയപ്പോഴൊക്കെ ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അറിയാവോ, ചെറുതിലെ എൻ്റെ അച്ഛനും അമ്മേനെയും കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ അനാഥാലയത്തിലാണ് വളർന്നു വന്നത്. പിന്നീട് അവിടെ നിന്നെ കൊണ്ടുവന്ന ഒരു അമ്മാവനായിരുന്നു. ആ അമ്മാവന്റെ വീട്ടിൽ കുറെ കാലം നിന്നു. അങ്ങനെ ഓരോരോ ജോലികൾ ചെയ്ത് അവിടെ ഇവിടെയായിട്ട് അങ്ങനെ നിന്ന് എൻ്റെ ബാല്യം കടന്നു വന്നേ. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗോമതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിലേക്ക് ഒരർത്ഥമൊക്കെ വന്നെന്ന്. എന്നെ സ്നേഹിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. പിന്നെ മക്കളും 3 പേര് ജനിച്ചതോടുകൂടി ആ കാര്യത്തിന് ഒരു തീരുമാനമായെന്ന് പറയാം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു പോയില്ലേ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാം കല്യാണം നടക്കുന്നേ, എൻ്റെ അമ്മയുടെ കാല് തൊട്ട് ബന്ധിച്ച് അനുഗ്രഹം മേടിക്കണേ. എല്ലാം പോയില്ലേ. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നത് എന്തിനാന്ന് ചോദിക്കുക. അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ആരിൻ്റെ കാര്യം, അവൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ. അവൻ്റെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? ഓർത്തേക്ക്. അച്ഛൻ്റെ മനസ്സിൽ ആഗ്രഹമില്ലായിരുന്നോ മിത്രനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്നുള്ളത്? ഒരു പക്ഷെ 2 കുടുംബക്കാരും തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അച്ഛനെ വീട്ടിൽ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എഴുന്നേക്കാൻ പറയാണ്. പക്ഷെ ബാലിന് അവിടെ എഴുന്നേക്കാൻ കൂട്ടാക്കില്ല. ബാലിന് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോമതിയും എല്ലാരും കൂടെ. എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ആനന്ദ് തപ്പിപ്പോയിക്കുക ബാലേട്ടനെ. ഇതിലിട്ടും ബാലേട്ടനെ എത്തിയിട്ടില്ല. ഇത്രയും വിഷമം ആദ്യമായിട്ടാണ് മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നത്. ഈ സമയത്താണ് ആനന്ദിന്റെ ഫോൺ കോൾ വരുന്നത്. എന്താ മോനെ, അച്ഛനെ കണ്ടെത്തിയെന്ന് നിൽക്കും. അച്ഛനെ കണ്ടു. അച്ഛൻ നമ്മുടെ കടയിലുണ്ടെന്ന് പറയണം. അന്ന് അച്ഛനെയും കുട്ടി മോനും കൂടെ വരാൻ നോക്ക്. അച്ഛനിപ്പോൾ വരുന്നില്ലെന്നാ പറഞ്ഞേ. ഒരു കണക്കിന് അച്ഛനോട് ഇരിക്കുന്നത് നല്ലത്. അച്ഛന് മനസ്സിന്റെ സന്തോഷ സമാധാനം കിട്ടട്ടെ. കുറച്ച് സമയത്തിന് തനിച്ചിരുന്ന് കഴിയുമ്പോൾ ആ മനസ്സിലെ സങ്കടമൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോയിക്കോളും. കുറച്ചേരം കരയട്ടെ. അതുകൊണ്ട് അമ്മയൊക്കെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ ഗോമതിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആരോടും തുറന്നു പറയാൻ പോലും പറ്റില്ല. ആകപ്പാടെ മീനാക്ഷിയുടെ അടുത്ത ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഓർത്തപ്പം ആണെന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് കാണിക്കുന്ന നന്ദിതയും രാജേശ്വരി ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദിത ഭയങ്കര കരച്ചിൽ കയറിയ. ഈ സമയം മുത്തശ്ശി, നീ എന്തിനാ നന്ദിത ഇങ്ങനെ കിടന്ന് കരയണേന്ന് ചോദിക്കാം. അല്ല, എൻ്റെ മിത്രമോള്, അവൾക്ക് ഇച്ചിരി ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരത്തില്ലാരും ചോദിക്കും. അതോ അവൾക്കൊരു ജീവിതം തപ്പിപ്പോയതല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. എന്നാലും എൻ്റെ മോള്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് അലോകന്റെ ജീവിതം മുടങ്ങിയേ മാത്രം സങ്കടമുള്ളൂ. കാരണം അവന് നല്ലൊരു വിവാഹമായിരുന്നു, അത് മുടങ്ങിയല്ലോ. ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. പക്ഷെ മിത്രയുടെ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടമില്ല. ഇത് കേട്ടൻ രാജേശ്വരി ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? കാരണം മിത്ര
നല്ലൊരു കുടുംബത്തിലേക്കാണ് കയറി ചെന്നിരിക്കുന്നത്. എൻ്റെ ചെറുതിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു ആര്യൻ്റെയും മിത്രയുടെയും വിവാഹം നല്ല മംഗളകരമായി നടക്കണം, അവർ രണ്ടുപേരും ഒന്നാകണം എന്നുള്ള. വൈകിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇനിയെല്ലാം ഭഗവാന്റെ കയ്യില. ഇവിടെ നിന്ന് കരയാതെ എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനിലിരിക്കുക ആനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ധർമ്മനും ആകാശം അങ്ങോട്ട് വരുന്നത്. അനുസരും കൂടെ ഉണ്ടായിരുന്നു. എടാ സത്യം പറയടാ, നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? ധർമ്മൻ ചോദിച്ചു. ഒന്നുമില്ല മാമ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ല. പക്ഷെ എന്ത് കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും തുറന്നു പറ. ഇതിനു മുമ്പ് പല കേസ് കെട്ടിലും നമ്മളെ ഇന്ന് വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെന്താ നീ എന്നോടൊന്നും പറയാത്തേന്ന് ചോദിക്കാം. അങ്ങനെ പറയാൻ പാത്രമൊന്നും ഇല്ല. ഞാൻ അവളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്ന് പറയും. ആണോ? എന്നൊരു കാര്യം ചെയ്യ, നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കുന്ന ഒന്നിനും ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കാണിക്കാൻ പറയണം. ഇത് കേട്ടോ ആര്യം പെട്ടു. വല്ല ഫോട്ടോസും ഉണ്ടോ? എനിക്കറിയാടാ, നീ കള്ളത്തരം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സിൽ അവളൊന്നും ഇല്ല. പക്ഷെ നീ ആർക്കോ വേണ്ടി ചെയ്ത് ത്യാഗം അത്. സാരില്ല, അധികം വൈകാതെ ഞാൻ സത്യം ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളെന്ന് പറയാം. ഇത് കേട്ടത് ആരിന്റെ മുഖം കൊണ്ട് മാറി. ഈ സമയം ഇതെല്ലാം കേട്ട് മീനാക്ഷി പുറത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിക്ക് മനസ്സിലായി ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ മിക്കവാറും ആരിനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും. അതിനു മുമ്പ് അമ്മേനെ വിളിച്ചുകൊണ്ട് വരണം എന്ന് കരുതി നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ഗോമതി അടുത്ത് ഗോമതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ എന്താമ്മ ഇങ്ങനെ ഇരിക്കണേന്ന് നിൽക്കേ? ഒന്നുമില്ല, ഞാൻ നിങ്ങൾ അച്ഛനെ കുറിച്ച് ആലോചിച്ചാന്ന് പറയും. എൻ്റെ അമ്മേ, അച്ഛനെങ്ങും വന്നോളൂ, വരുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അമ്മ ഇതിനെക്കുറിച്ച് അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്? രണ്ടുപേരും രണ്ടു വഴിക്ക് ഇരുത്താനാണ് അമ്മയുടെ ശ്രമം എന്ന് ചോദിക്കും. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ. മിത്രയാണ്ടെ ആ മുറിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുന്നു, ആരിനാണ്ടെ ഇവിടെ ഒന്ന് ടെറസേ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ എങ്ങനെയമ്മ ഒന്നാകുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനും വിഷമമൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരാ. അവർ അടുത്തടുത്തിരിക്കണം, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ആദ്യരാത്രിയോ മുടങ്ങിപ്പോയി. അതിനാരും സമ്മതിച്ചില്ല. പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ല. അവർക്ക് ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉള്ള ആ പ്രതീക്ഷകളായിട്ട് നമ്മളായിട്ട് തല്ലിക്കെടുത്തില്ലെന്ന് പറയാണ്. എന്നാലും മോളെ, ബാലേട്ടനോട് ചോദിക്കാതെ, അല്ലെ ബാലേട്ടൻ്റെ അനുമതി ഇല്ലാതെ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തേ. ഇനിയും ബാലേട്ടന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അദ്ദേഹത്തെ എന്ത് വിചാരിക്കും? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു. അതെ, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ ഒരു കാര്യം ചെയ്യുക, മീനാക്ഷിനെ മിത്രേനെ ആരിനെയും കൂടെ ഒരു മുറിയിലേക്ക് കൊണ്ടില്ല. എന്നാൽ അവരുടെ ആദ്യരാത്രി ഒരു കാരണവശാലും അവരുടെ ആദ്യരാത്രി മുടങ്ങിപ്പോല്ല. അറിയാലോ, എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റില്ലെന്ന് പറയാം. ഈ സമയം കോമതി പറഞ്ഞു, അതൊക്കെ വേണോ മോളെ? വേണമെന്ന്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനിയിപ്പോൾ അവർ രണ്ടു മുറി കഴിയേണ്ടവരല്ല, അവർ ഒന്നായി കഴിയേണ്ടവരാണ്. എങ്കിലും അവരുടെ മനസ്സിലുള്ള അകൽച്ചയൊക്കെ മാറി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറയണം. ഇത് കേട്ടതും മീനാക്ഷി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇപ്പൊ ആ സമയത്ത് പല പല ചിന്തകളൊക്കെ മീനാക്ഷിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? ഇതുവരെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അച്ഛൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.